അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ബീറ്റ 9 നമ്മൾ കാണുന്നത്. യെസ്, iOS 26ന്റെ ബീറ്റ 9 ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ആപ്പിൾ ബീറ്റ 9 റിലീസ് ചെയ്ത് iOS 12-നായിരുന്നു. സോ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റും അതേപോലെ ഒപ്റ്റിമൈസേഷനുമാണ് മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് എനിക്ക് 1.96 GB എൻ്റെ iPhone 11-ൽ വന്നിരിക്കുന്നത്. കുറേയധികം ഡിവൈസുകളിൽ 10 GB വരെയും ഈ ഒരു അപ്ഡേഷൻ പോയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ വാച്ച് ഓസിനും മാക് ഓസിനും ടിവിനും എല്ലാത്തിനും പുതിയ ബീറ്റ റിലീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ലീക്സും റൂമേഴ്സും എല്ലാം അറിയാമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തുടർന്ന് നമുക്ക് ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ ഇപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26 23A 5336A എന്ന് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ കാണുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് മോഡേൺ ഫോർമാറ്റ് അപ്ഡേഷൻ ഒന്നും ലഭിക്കില്ല. കാരണം ഈ ഒരു അപ്ഡേഷൻ പുതിയ അപ്ഡേറ്റ്സോ ഫീച്ചേഴ്സോ അല്ല ഫോക്കസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബഗ് ഫിക്സും അതേപോലെ പെർഫോമൻസ് ബൂസ്റ്റുമാണ് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു അപ്ഡേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഫേസ് ID കുറച്ചുകൂടെ ഫാസ്റ്റ് ആയ പോലെ ഫീൽ ആവുന്നുണ്ട്. കണ്ടോ, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് iPhone 11 ആണെന്ന് നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ iPhone 16-ഉം 17-ഉം വരെയും ഇറങ്ങുന്ന സമയത്ത് ഈ ഒരു iPhone 11-ൽ ഇപ്പോഴും ഫേസ് ID ഇത്ര ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പെർഫോമൻസും അതേപോലെ തന്നെ ഈ ഒരു OSൻ്റെ ഒപ്റ്റിമൈസേഷനും കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡിവൈസിൽ, ഇത്രയും ഓൾഡ് ജനറേഷനായ ഡിവൈസിൽ പോലും ഇത്ര ഫാസ്റ്റായിട്ട് OS റൺ ചെയ്ത്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, ഇത്രയും ഫാസ്റ്റായിട്ട് ഫേസ് ID ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യമായിരുന്നു, നമ്മുടെ ഡിവൈസിൻ്റെ ഈ ഒരു ഡോക്ക് കുറച്ചും കൂടെ വെൽഡായ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂഷ്വലി ഇത്രമാത്രം ഈ ഒരു ബാൻഡ് വരാനുള്ള ചാൻസ് ഇല്ല. ഞാനത് ഈ പറയുന്ന ഡാർക്ക് മോഡിലിട്ട് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. നേരെ ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്തു. ഡാർക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും ഈ ഒരു ഡോക്ക് കുറച്ചും കൂടെ വെൽഡായിട്ടുണ്ട്. ആ ഒരു വിഡ്ത്ത് കൂടിയ പോലെയാണ് കുറേയധികം യൂസേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്നത്. യൂഷ്വലി ഇത്രമാത്രം വിഡ്ത്ത് ഇതിൽ കൊടുക്കാറില്ല. ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ, ചെറിയൊരു ഡോക്കിൻ്റെ ഉള്ളിലാണ് ഈ എല്ലാ ആപ്പുകളും ആപ്പിൾ പ്ലേസ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു വേർഷനിൽ ആപ്പിൾ ഈ ഒരു ഡോക്ക് കുറച്ചും കൂടെ ബിഗർ ആക്കിയ പോലെ കുറച്ച് പേര് പറയുന്നുണ്ട്. അതേപോലെ വന്ന അടുത്ത മാറ്റമാണ്, ഞാൻ നേരത്തെ ഈ പറഞ്ഞ ക്ലിയർ ഐക്കൺ ഇട്ടപ്പോൾ കുറേയധികം കൂട്ടുകാർക്ക് ഈ ഒരു ക്ലിയർ ഐക്കണിൽ ബഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ iMessage എടുക്കുമ്പോൾ ചെറിയ ഗ്ലിച്ച് ഇവിടെ കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ കുറേ റിപ്പോർട്ട് ഞാൻ കേട്ടായിരുന്നു. നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്ലിയർ ഐക്കൺ എടുക്കുമ്പോൾ ആദ്യം കാണിക്കുന്ന ഈ ഒരു ഇനീഷ്യൽ ആപ്പിൻ്റെ ചെറിയൊരു വെയിറ്റിംഗ് ആണെങ്കിൽ അത് യൂഷ്വലി എല്ലാ ഡിവൈസിനും ഉണ്ടാകും. കാരണം എല്ലാ ആപ്പിൻ്റെ ഐക്കൺസും ഇൻക്ലൂഡിങ് തേർഡ് പാർട്ടി ആപ്പിൻ്റെ ഐക്കൺസ് വരെയും ഈ പറഞ്ഞ ക്ലിയറിലേക്ക് സ്വിച്ച് ചെയ്യണമെങ്കിൽ ചെറിയൊരു സമയമെടുക്കും. അത് ഗ്ലിച്ചായിട്ട് കൂട്ടരുത്, അല്ലെങ്കിൽ അതൊരു ബഗ്ഗായിട്ട് കൂട്ടരുത്. അല്ലാത്ത പക്ഷം ഇതേപോലെ ആപ്ലിക്കേഷൻസിൻ്റെ പേരെടുക്കുമ്പോൾ ആപ്ലിക്കേഷൻസിൻ്റെ ഐക്കൺ കാണിക്കുന്നില്ല, ഫോൾഡേഴ്സിൽ ഇതേപോലെ ഐക്കൺസ് കാണിക്കുന്നില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ബഗ്ഗാണ്. അല്ലാത്ത പക്ഷം നമ്മൾ ക്ലിയറിലേക്ക് പെട്ടെന്ന് ജമ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് ജസ്റ്റ് ഇങ്ങനെ പൊട്ടി പോപ്പ് ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു ലോഗോ അല്ലെങ്കിൽ ഈ ഒരു ഐക്കൺ നമുക്ക് കാണാൻ പറ്റുക. അത് യൂഷ്വലി നോർമലാണ്. കാരണം എല്ലാ ആപ്പ് ഐക്കൺസും മാറ്റേണ്ടത് ഈ ഫുട്ബോളിലൊക്കെ ആപ്പ് ഐക്കൺ എങ്ങനെയാണ് പെട്ടെന്ന് ചേഞ്ച് ആവുക, അത്രയും കളേഴ്സുള്ള ഒരു ആപ്പ് ഐക്കൺ ക്ലിയറിലേക്ക് മാറുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നത് യൂഷ്വലി നോർമൽ തന്നെയാണ്. ഇനി അടുത്തൊരു കാര്യമാണ് നമ്മുടെ iMessageൽ വന്നൊരു ബഗ് ഫിക്സ്. നമ്മൾ മെസ്സേജ് ആപ്പ് എടുക്കാം. മെസ്സേജ് ആപ്പിൽ കൂടുതലും കൂട്ടുകാർക്ക് ഈ പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ ബോക്സ് കാണുന്നുണ്ടായിരുന്നില്ല എന്നൊരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ ടെക്സ്റ്റ് ഫീൽഡ് ഇപ്പോൾ ആക്ച്വലി കുറച്ചുകൂടി ബെറ്റർ ആണ്. അതേപോലെ എല്ലാവർക്കും ഈ ഒരു ടെക്സ്റ്റ് ഫീൽഡ് ഇപ്പോൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഒരു ബഗ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മുടെ വീഡിയോ തൊട്ടതായിട്ട് കമൻറ്റ് ചെയ്യേണ്ടതാണ്. iOS 26ൻ്റെ ഈ ഒരു ബേറ്റിലേക്ക് വന്നപ്പോൾ ആപ്പിൾ പെർഫോമൻസിന് നല്ല രീതിയിലുള്ള ഒപ്റ്റിമൈസേഷനാണ് കൊടുത്തിരിക്കുന്നത്. ആപ്പ് ലോഞ്ചിങ് ആയിക്കോട്ടെ, അതേപോലെ ഫേസ് ID ആയിക്കോട്ടെ, എല്ലാ പ്രോസസ്സും നല്ല രീതിയിലുള്ള ഫാസ്റ്റും സ്മൂത്തും ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഫോട്ടോ ആപ്പ് എടുക്കുകയാണ്. ഫോട്ടോ ആപ്പ് എടുക്കുമ്പോൾ ആ ഒരു ആനിമേഷനും അതേപോലെ അതിൻ്റെ ആ ഒരു സ്മൂത്ത്നെസ്സും ഫാസ്റ്റായിട്ട് വരുന്ന ആ ലോഞ്ചും നിങ്ങൾ കണ്ടോ എന്ത് ഫാസ്റ്റായിട്ടാണ് ആപ്പ് ലോഞ്ച് ആവുന്നത്. ഇനി നമുക്ക് ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക് ആപ്ലിക്കേഷനും ഫാസ്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ട്. അതിൻ്റെ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടൻറ്റ് ലോഡ് ആവുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ ഇൻ്റർനെറ്റ് സ്പീഡ് അനുസരിച്ചാണ്. പക്ഷേ ആപ്പ് ലോഞ്ചിങ് നോക്ക്, കണ്ടോ,
ആപ്പ് ലോഞ്ചിങ് എന്ത് ഫാസ്റ്റായിട്ടാണ് വരുന്നത്. ഇനി ഇതേ നമുക്ക് നേരെ ഈ പറഞ്ഞ ഫോട്ടോസ് ആപ്പ് എടുക്കാം. എല്ലാ ആപ്ലിക്കേഷൻസും സ്പ്ലിറ്റ്സ് ഓഫ് എ സെക്കൻഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അത്രമാത്രം സ്മൂത്തും ഒപ്റ്റിമൈസ്ഡും ആക്കിയിട്ടുണ്ട് ആപ്പിൾ iOS 26 എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ ഈ ഒരു iOS 26ൻ്റെ ബീറ്റ റൺ ചെയ്തിട്ടുള്ള ബാറ്ററി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. എനിക്കൊരു വാവ് ഫാക്ടറും പറയാൻ പറ്റില്ല, അതേപോലെ ഒരു മോശവും പറയാൻ പറ്റില്ല, ഒരു ഡീസൻ്റ് ആയിട്ടാണ് എനിക്ക് ലഭിക്കുന്നത്. നേരെ നമുക്ക് ഈ പറഞ്ഞ ബാറ്ററിയിൽ എടുക്കാം. ബാറ്ററി എൻ്റെ സർവീസാണ് കാണിക്കുന്നത്, കാരണം 73% എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. എന്നാലും ഒരു ഡീസൻ്റായ പെർഫോമൻസ് എനിക്ക് ആവശ്യമുള്ള പോലെ എൻ്റെ ഡിവൈസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ കുഴപ്പങ്ങളോ ബഗ്ഗുകളോ ഒന്നുമില്ല. ഈ പറഞ്ഞ സെറ്റിങ്സ് എടുത്തപ്പോഴാണ് നേരത്തെ ഉണ്ടായ ഒരു ബഗ് ഇപ്പം മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നേരെ നമ്മുടെ ഈ പറഞ്ഞ ഡിവൈസിൻ്റെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിലേക്ക് പോകാം. പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി പോയിട്ട് ലൊക്കേഷൻ സർവീസ് എന്ന ഓപ്ഷൻ എടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ വാളറ്റിൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ ഇപ്പോഴും വന്നിട്ടുള്ള ഇറ്റ്സ് എ ബഗ്. ഇത് കണ്ടോ, ഇതാണ് ബഗ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ നേരെ നമ്മുടെ ക്ലിയർ ചെയ്ത് മാറ്റിയിട്ട് ഡാർക്ക് മോഡിലേക്ക് ഒന്നും കൂടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഡാർക്കിലേക്ക് ഇട്ടു. നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ഐക്കൺ ലിസ്റ്റിൽ ഇപ്പോഴും വാളറ്റിൻ്റെ ഐക്കൺ വന്നിട്ടില്ല. അതൊരു പ്യുവർ ബഗ്ഗാണ് കേട്ടോ. ഈ ഒരു ബഗ് ഇപ്പോഴും ബീറ്റ 5, 6, 7, 8, 9 ആയിട്ട് പോലും ആപ്പിൾ മാറ്റിയിട്ടില്ല. ഇത് ഒരു പ്യുവർ ബഗ്. ഇതേപോലെ തന്നെ ആപ്പ് ഐക്കൺസ് നിങ്ങൾക്ക് കാണിക്കുന്നില്ലെങ്കിൽ അത് എന്തായാലും ആപ്പിളിനെ റിപ്പോർട്ട് ചെയ്യാം. ആപ്പിളിന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള മാർഗ്ഗമാണ് ഫീഡ്ബാക്ക് ആപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആപ്പിളിന് എല്ലാ ബഗ്ഗുകളും കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് യൂസ് ചെയ്യാം ആസ് എ ഡെവലപ്പർ അല്ലെങ്കിൽ ഒരു ബീറ്റ ടെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആപ്പിളിനെ അറിയിക്കാൻ പറ്റുന്നത്. ഹീറ്റിംഗ് ഇഷ്യൂ പറയുമ്പോൾ എനിക്ക് ഇത്ര നേരം ഡിവൈസ് യൂസ് ചെയ്തിട്ട് പോലും, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാമറ കുറഞ്ഞ തന്നെ യൂസ് ചെയ്തു, എന്നാൽ പോലും എനിക്ക് വലിയൊരു ചൂട് ഫീൽ ചെയ്തില്ല. ഇവിടെ ഈ ഒരു സൈഡ് ഗ്രില്ലിലോ അതേപോലെ ബാറ്ററി മുച്ചിലുള്ള ഭാഗത്തോ എനിക്ക് ഇപ്പോൾ വലിയൊരു ചൂട് ഫീൽ ചെയ്യുന്നില്ല. നോർമലായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി iOS 26ൻ്റെ എന്നാണ് ഒഫീഷ്യൽ റിലീസ് എന്ന് ചോദിച്ചാൽ നമുക്ക് അടുത്ത ആഴ്ച, അതായത് സെപ്റ്റംബർ 9 ആപ്പിളിലെ ഒഫീഷ്യലായിട്ടുള്ള ആപ്പിൾ ഇവൻ്റ് കാണാൻ പറ്റും. ഈ ഒരു 9 കഴിഞ്ഞാൽ അന്ന് തന്നെയായിരിക്കും നമുക്ക് iOS 26ൻ്റെ RC റിലീസ് വരാൻ പോകുന്നത്. iPhone 17 Proയിലും അല്ലെങ്കിൽ iPhone 17 സീരീസിലും നമുക്ക് ക്യാമറക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റമുണ്ടെങ്കിൽ ആ ഓരോ ഫീച്ചറും iOSൻ്റെ ഈ പറഞ്ഞ 26 RCയിലായിരിക്കും വരാൻ പോകുന്നത്. സെപ്റ്റംബർ 9 ഇവൻറ്റിന് ശേഷം iPhone 17 വരുന്ന മാറ്റങ്ങളും കൂടെ iOS 26ലേക്ക് ആപ്പിൾ ആഡ് ഓൺ ചെയ്യും. അതിനുശേഷം 15 മിക്കവാറും ഒഫീഷ്യൽ അപ്ഡേഷനും നമുക്ക് വരാനുള്ള ചാൻസ്. സോ ഈ ഒരു സെപ്റ്റംബർ മാസം 15 iOS 26 എല്ലാവരുടെയും കയ്യിലേക്ക് എത്തും. iOS മാത്രമല്ല, നമുക്ക് WatchOS, macOS, tvOS, visionOS എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയറും ആപ്പിൾ സെപ്റ്റംബർ 15 റിലീസ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ 19 മിക്കവാറും iPhone 17 സീരീസ് ഒഫീഷ്യലി ആപ്പിൾ ലോഞ്ച് ചെയ്യുന്നത്. നമുക്ക് പ്രീ ബുക്കിംഗ് 12 സ്റ്റാർട്ട് ചെയ്യും, 19 iPhone 17 നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് iOS 26ൻ്റെ പുതിയ ബേറ്റാസും അതേപോലെ കാര്യങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിൾ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഫ്രീ ആയി ചെയ്യാം, പക്ഷേ അത് നമുക്ക് ഒരു വലിയ കാര്യം തന്നെയാണ്. സോ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. This is Evin Sevia signing from Epica.